ഞാൻ ചെലവാക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ചില മിനിറ്റുകൾ ദൈവവചനത്തിൽ നിന്നും തുടർന്ന് നമുക്ക് ചിന്തിപ്പാനിടയായി തീരട്ടെ. ഇന്നലെ നമ്മൾ ലൈവ് വന്നു, ദൈവവചനം ചിന്തിക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് ആ ഭാഗങ്ങൾ ദൈവത്തിന് സ്തോത്രം നമ്മൾ ഒരുമിച്ച് ചിന്തിപ്പാൻ കർത്താവ് ശരണപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിപ്പാനായിട്ട് ദൈവത്തിന് വേദ പുസ്തകത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത വാക്യം എബ്രായ ലേഖനമായിരുന്നു. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 40-ാമത്തെ വാക്യത്തെ അധികരിച്ചുകൊണ്ടാണ് ചില സന്ദേശങ്ങൾ നിങ്ങളുമായി കൈമാറുവാൻ ഞാൻ ആഗ്രഹിച്ചത്. ദൈവത്തിന് സ്തോത്രം. തുടർന്നുള്ള സമയങ്ങൾ ദൈവമക്കൾ വളരെ ശ്രദ്ധയോടെ, വളരെ പ്രാർത്ഥനയോടെ, ദൈവത്തിന് സ്തോത്രം, വളരെ ശ്രദ്ധയോടെ, വളരെ പ്രാർത്ഥനയോടെ ദൈവവചനത്തിൽ നിന്ന് നമുക്ക് ചിന്തിപ്പാൻ പരിശുദ്ധനായ ദൈവം നമുക്ക് കൃപ തരുമാറാകട്ടെ. എബ്രായ ലേഖനം 11-ാം അധ്യായം 40-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതി. എബ്രായ ലേഖനത്തെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ഒരു പൊതുലേഖനമാണ്. ഭൂരിഭാഗം വേദപണ്ഡിതന്മാരും പൗലോസിനെതിരെ ഇത് എഴുതിയതെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്ന് തന്നെയായിരുന്നാലും പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ദൈവിക ശബ്ദം, ദൈവിക ശ്വാസമാകുന്ന ദൈവത്തിന്റെ വചനം അത് ആര് എഴുതി എന്നുള്ളതല്ല, ആര് നമുക്ക് തന്നു എന്നുള്ളതാണ്, ആര് നമുക്ക് വേണ്ടി സംസാരിച്ചു എന്നുള്ളതാണ്. ഈ ശബ്ദം ആരുടേതാണെന്നുള്ളതാണ് വിഷയം. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനമന്ത്രി ഈ കൊറോണയോട് ബന്ധത്തിൽ പ്ലേറ്റ് എടുത്ത് വീട്ടുകളിൽ നിന്ന് അടിക്കാൻ പറഞ്ഞു. ഇന്നലെ മെഴുകുതിരിയൊക്കെ കത്തിച്ച്, വിളക്ക് കത്തിച്ച് പറയാൻ പറഞ്ഞു. അത് അങ്ങനെ പറഞ്ഞപ്പോൾ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും, നമ്മുടെ ട്രിവാൻഡ്രത്തിൽ പോലും അല്ലെങ്കിൽ കേരളത്തിൽ പോലും ഒരുപാട് പേര് അതോട് അനുകൂലിച്ചുകൊണ്ട് വിളക്കുകൾ തെളിയിച്ചു. എന്താണ് അത് ചെയ്തതിന്റെ കാരണം? ഒരു മുഖ്യൻ, ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി പറഞ്ഞൊരു വാക്കിനെ മാനിച്ചുകൊണ്ടാണ്. അതിന് വേറെ യാതൊരു അർത്ഥം അതിലില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ വാക്കുകളെ മാനിച്ചുകൊണ്ടാണ് ആ അദ്ദേഹം ഇരിക്കുന്ന പൊസിഷൻ, അദ്ദേഹത്തിന്റെ അധികാരം, ആ വാക്കുകളെ അംഗീകരിച്ചു എന്നുള്ളതാണ് അല്ലേ. ഇതുപോലെ സകലത്തെ സൃഷ്ടിച്ചുണ്ടാക്കിയ, സകലത്തിന്റെ ഉടമസ്ഥനായ, സകലത്തിന്റെ നമുക്കുണ്ടാകുന്ന വിടുതൽ, സർവശക്തനായ ദൈവത്തിന്റെ വചനം അനുസരിക്കുമ്പോൾ, കേൾക്കുമ്പോൾ, അത് പാലിക്കുമ്പോൾ, അതിന്റെ ശക്തി നമ്മുടെ മേൽ വെളിപ്പെടുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷവും ആനന്ദവും വിടുതലും അത് ആർക്കും പറഞ്ഞ് വർണ്ണിച്ച് തീരുവാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് ഈ ദൈവശബ്ദം നമ്മൾ കേൾക്കുമ്പോൾ ഇന്ന് പകലും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹം ഉണ്ടാകട്ടെ. നമുക്ക് ആത്മീകമായും ഭൗതികമായും ഒരുപോലെ ദൈവത്തിൽ നിന്ന് ശക്തിപ്പെടുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദൈവത്തിന്റെ വചനം. ഈ കാലഘട്ടം ചിന്തിക്കുകയാണെങ്കിൽ പ്രവാചകന്മാർ പറഞ്ഞതുപോലെ വചനം കേൾക്കുവാനുള്ള ഒരു ദൗർബല്യം അല്ലെങ്കിൽ ഒരു കുറവുണ്ടാകുന്ന ഒരു കാലഘട്ടം. ത്തോളം ഒത്തിരി പ്രസംഗങ്ങളും ഒത്തിരി തിരുവെഴുത്തുകളും നമ്മൾ കേട്ടും മനസ്സിൽ കിടന്നും അല്ലെങ്കിൽ നമ്മൾ നെറ്റിലൂടെയൊക്കെ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവവചനത്തിനൊരു കുറവുണ്ടാകുകയില്ല. എന്നാൽ ഈ ദൈവവചനം ഇനിയും കേൾക്കാനുള്ള ഒത്തിരി പേര് നമ്മുടെ രാജ്യത്തുണ്ട്, ഈ ലോകത്തുണ്ട്. അത് കേൾക്കാനുള്ള ആഗ്രഹം അവർക്ക് ഉണ്ടായിരുന്നാൽ പോലും അവർക്ക് കേൾക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹവുമല്ല, എന്റെ ദൈവത്തിന്റെ വചനം ശ്രവിക്കേണ്ടതിന് തന്നെ ദൈവത്തിന്റെ വചനം ഭക്ഷിക്കേണ്ടത്. അതുകൊണ്ട് അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതെന്ന് മുൻകരുതി. അതെ, ഈ ആരെയാ അവരെന്ന് പറഞ്ഞത് ആരാ? യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടാത്ത, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ജനനത്തിന് മുൻപുള്ള സകല വിശുദ്ധന്മാരെ ഉദ്ദേശിക്കുന്നത് പഴയ നിയമത്തിൽ നാം കാണുന്ന യഹോവയെ ആരാധിച്ച് സേവിച്ച് മുന്നോട്ട് പോയ വിശുദ്ധന്മാരും രക്ഷാപൂർത്തി പ്രാപിച്ചിട്ടില്ല എന്നാണ് ബൈബിൾ പഠിക്കുന്നത്. കാരണം ഈ രക്ഷാപൂർത്തി യേശുക്രിസ്തുവിലൂടെ ആണെന്ന് തെളിയിക്കേണ്ടതിന് ഇന്ന് പകൽ നമുക്ക് ഏറ്റവും നല്ലൊരു അഭിമാനകരവും ആനന്ദകരവുമായ ഒരു കാര്യം
വർഷങ്ങൾ കൊണ്ട്, നൂറ്റാണ്ടുകൾ കൊണ്ട് ദൈവത്തെ സേവിച്ച ദൈവഭക്തന്മാർ നമുക്ക് വേണ്ടിയുള്ള രക്ഷാപൂർത്തിക്ക് വേണ്ടി ദൈവം അവർക്ക് ഈ രക്ഷയെ മറച്ചു വെച്ചു എന്നുള്ളതാണ്. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, 2016 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ആ രക്ഷയുടെ പൂർത്തീകരണം ദൈവത്തിന്റെ കരുതൽ മനുഷ്യന്റെ കരുതൽ പോലെയല്ല. ആത്മിക മേഖലയിലും ഭൗതിക മേഖലയിലും ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ദൈവത്തിന്റെ കരം നമുക്ക് ഒരു കരുതലായി വെളിപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. പഴയ നിയമത്തിന്റെ നീളം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആത്മിക മേഖലയിൽ നമുക്ക് ജനത്തിൽ നിന്നും പഠിക്കുവാൻ കഴിയും. ആദാമിന് വേണ്ടി നമ്മൾ എടുത്ത് പഠിക്കുമ്പോൾ, ആദാമിന്റെ ജീവിതത്തെ എടുത്ത് പഠിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ദൈവം ആദാമിനെയും ഹൗവയെയും സൃഷ്ടിച്ച് ദൈവം ഒരു നല്ലൊരു ദൈവത്തിന്റെ പദ്ധതി എന്നോണം ഒരു ഏതൻ തോട്ടത്തിൽ അവരെ ആക്കി ദൈവിക കൽപ്പനകൾ കൊടുത്തു. ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം അവർ മുന്നോട്ട് പോയി. എല്ലാ ദിവസവും വൈകുന്നേരത്ത് വെയിലാറുമ്പോൾ ദൈവം തോട്ടത്തിലിറങ്ങി വന്ന് ആദാമിനോട് സംസാരിക്കുമായിരുന്നു, കൂട്ടായ്മ ആചരിക്കുമായിരുന്നു. നല്ല സന്തോഷപരമായി കടന്നുപോയ ആ കുടുംബത്തിനകത്ത് വിള്ളലുകൾ ഉണ്ടാക്കിക്കൊണ്ട്, അസ്വസ്ഥതകൾ ഉണ്ടാക്കിക്കൊണ്ട്, ഇരുട്ട് വ്യാപരിച്ചുകൊണ്ട്, ശാപത്തെ കടത്തിവിട്ടുകൊണ്ട് വീണുപോയ സാത്താൻ അവരെ തന്ത്രപൂർവം അവരെ ചതിക്കുകയായിരുന്നു. സാത്താന്റെ ഏറ്റവും വലിയ പദ്ധതിയാണ് തന്ത്രങ്ങളിലൂടെ അവയെ ചതിക്കുക എന്നുള്ളത്. ദൈവമക്കളെ ഏറ്റവും കൂടുതൽ ദിവസങ്ങൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ ആരാധന, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ വിശുദ്ധ ജീവിതം, വ്യക്തിപരമായി ദൈവത്തെ സേവിക്കുന്ന കാര്യം, ഇതൊന്നും കൈകടത്തുവാൻ ദൈവമക്കൾ ആരെയും അനുവദിക്കരുത്. പ്രൈസ് ദി ലോർഡ്. എല്ലാ കാലഘട്ടത്തിലും പ്രതികൂലങ്ങളുണ്ട്. ആ പ്രതികൂലങ്ങളിൽ നമ്മൾ ഒതുങ്ങിപ്പോവുകയല്ല, മറിച്ച് പിശാചിന് ഇടം കൊടുക്കാതെ അവന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് ദൈവജനം മുന്നോട്ട് കയറി വരികയാണുള്ളതാണ് ദൈവത്തിന്റെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഇവിടെ ആദാമിന് ദൈവത്തിന്റെ സ്തോത്രം, ഹല്ലേലൂയ, നഷ്ടപ്പെട്ടു പോയ ഒരു അനുഭവമുണ്ട്. ഒന്ന്, ആ വിശുദ്ധ വേദം ഉൽപ്പത്തി പുസ്തകം പഠിക്കും 3-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ 22-ാമത്തെ വാക്യം 24-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നിത്യജീവനിലേക്ക് ഉള്ള വഴി ആദാമിന് ദൈവം അടച്ചു കളഞ്ഞു. ആദാമിന് ഏതൻ തോട്ടത്തിൽ വെച്ച് നഷ്ടപ്പെട്ട 2 കാര്യമാണ്. ഒന്ന്, ആ വിശുദ്ധ ഫലം, നിത്യജീവനിലേക്കുള്ള അവന്റെ വഴി ദൈവത്തിന് സ്തോത്രം ദൈവം അടച്ചു കളഞ്ഞു. ഇനി ഒരിക്കലും ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നത് ഇനി ഇവൻ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതുണ്ട്. ജീവവൃക്ഷത്തിന്റെ ഫലത്തിൽ നിന്ന് ഭക്ഷിക്കാതിരിക്കാൻ, തിന്നാതിരിപ്പാൻ ജീവവൃക്ഷത്തിന്റെ വഴിയെ കാക്ക ഊരിപ്പിടിച്ച വാളുമായി ദൈവം ഒരു ദൂതനെ കൽപ്പിച്ചാക്കി. ദൈവത്തിന്റെ മനുഷ്യനായ ആദാമിന് ദൈവത്തിലേക്കും നിത്യതയിലേക്കും നിത്യജീവനിലേക്കുമുള്ള വഴിയെ സ്വർഗത്തിലെ കർത്താവ് അടച്ചു കളഞ്ഞു. അവന്റെ പാപം നിമിത്തം വഴി അടഞ്ഞുപോയി. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, നാം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വലിയ ദുരന്തം ലോകമെമ്പാടും നാം എടുത്തു പഠിച്ചാൽ അനുസരണക്കേടിന്റെയും ദൈവിക ഭക്തിയില്ലായ്മയുടെയും ദൈവഭയമില്ലാത്തതിന്റെയും ഒക്കെ ഉണ്ടാകുന്ന ഒരു തലം നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ പഠിക്കുവാൻ കഴിയും. ദൈവം ആ വഴി അടച്ചെങ്കിലും ദൈവം ആദാമിന് വേണ്ടി ഒരു നല്ല കരുതലുണ്ടാക്കി. വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു, യേശു തന്നെ എടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ഇത് കണ്ടോ, ആദാമിന് അടഞ്ഞുപോയ വഴി അവിടെ ഉണ്ടെങ്കിലും ഒരു ഭാഗത്ത് ആദാമിന് നിത്യജീവനിലേക്കുള്ള വഴി ദൈവം അടച്ചെങ്കിലും ദൈവം മറുഭാഗത്ത് മറ്റൊരു വഴി തുറന്നു. യേശുക്രിസ്തു എന്ന നിത്യജീവൻ എന്ന ആ വഴിയെ കർത്താവ് തുറന്നു. കർത്താവ് പറഞ്ഞു, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന ഏതെങ്കിലും ഒരു പുതിയ വ്യക്തി, യേശുവിനെ അറിയാത്ത, ഇതുവരെയും കർത്താവിനെ സ്വീകരിക്കാത്ത ഏതെങ്കിലും ഒരു വ്യക്തി എന്നെ കേൾക്കുന്നെങ്കിൽ ഞാൻ പറയാം, സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, നിങ്ങൾക്ക് കൂടെ വേണ്ടിയാണ് യേശു കാൽവറിയിൽ മരിച്ചത്. ദൈവത്തിലേക്കുള്ള പ്രവേശനം, നിത്യതയിലേക്കുള്ള പ്രവേശനം, ആദാമിന്റെ പാപത്താൽ സകല മനുഷ്യരിലും വ്യാപരിക്കുന്ന ഈ ശാപ അവസ്ഥ
ദൈവം മാറ്റുവാൻ യേശുക്രിസ്തു എന്ന ഏക രക്ഷകനിൽ കൂടിയാണ് കർത്താവ് ഈ പദ്ധതിയെ കർത്താവ് ഉരുവാക്കിയെടുത്തത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, മാതാവേ, പിതാവേ, നിങ്ങൾ ഇതുവരെയും ഈ നിത്യതയെ കുറിച്ചുള്ള ഒരു ബോധം ഇതുവരെ ഉണ്ടായിട്ടില്ലെങ്കിൽ, സ്വർഗരാജ്യത്തെ കുറിച്ചൊരു ബോധം നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഉണ്ടായിരിക്കുന്ന ബോധം വേറെ ഏതെങ്കിലും ചിന്താഗതിയാണെങ്കിൽ, ഞാൻ പറയാം, നിത്യത, രക്ഷ, സ്വർഗത്തിലേക്കുള്ള വഴി മറ്റൊന്നുമല്ല, ഈ ലോകത്തിലെ യാതൊരു കർമ്മങ്ങളോ മാർഗങ്ങളോ ഒന്നുമല്ല. ബൈബിൾ പഠിപ്പിക്കുന്നു, ഏക സത്യമാർഗമാകുന്ന യേശുക്രിസ്തുവിനെ അറിയുന്നതാകുന്നു നിത്യജീവൻ. അതുകൊണ്ട് ഇന്ന് പകലിൽ പറയാം, ദൈവത്തെ അറിയാത്ത ആരെങ്കിലും, യേശുവിനെ യഥാർത്ഥമായി രക്ഷകനെ സ്വീകരിക്കാത്ത ആരെങ്കിലും, നിത്യതയെ കുറിച്ച് ബോധമില്ലാത്ത, അല്ലെങ്കിൽ സ്വർഗത്തെ കുറിച്ച് ബോധമില്ലാത്ത, മരണത്തിനപ്പുറമായ ഒരു ജീവിതത്തെ കുറിച്ച് ബോധ്യമില്ലാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, നിങ്ങളോടായി ഞാൻ ദൈവശബ്ദത്തോടെ വിളിച്ചു പറയുന്നു, നിങ്ങൾക്ക് നിത്യതയിൽ യേശുവുമായി നിത്യകാലം ആദാമിനെ പോലെ ഹവ്വയെ പോലെ ഏദൻ തോട്ടത്തിൽ ദൈവമായിട്ടുള്ള ആ വാസത്തിൽ കഷ്ടതയില്ലാത്ത, പട്ടിണിയില്ലാത്ത, കണ്ണുനീരില്ലാത്ത, വിശപ്പില്ലാത്ത നിത്യയുഗം വാഴുന്ന ആ നിത്യതയുടെ അനുഭവമാകുന്ന കർത്താവിനുള്ള വാസത്തിൽ നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ഈ ലോകത്തിൽ ഒറ്റ വഴിയുള്ളൂ, അത് യേശുക്രിസ്തു എന്ന മാർഗമാണ്. ആ മാർഗത്തിലൂടെ കടക്കുവാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം തന്നു. ഞങ്ങളുടെ മെറിറ്റല്ല, ദൈവം ഞങ്ങൾക്ക് അതിലേക്ക് കയറുവാൻ, വിശ്വസിക്കുവാൻ, അതിനാകാൻ ദൈവം നമുക്ക് കൃപ തന്നു. ഞാൻ പറയട്ടെ, ഇത് നല്ലൊരു അവസരമായി നിങ്ങൾ കണ്ട് ദൈവത്തിന് വേണ്ടി ഹൃദയം സമർപ്പിക്കും. രക്ഷിക്കപ്പെട്ട ദൈവമക്കളോട് പറയാം, ഈ സമയങ്ങളൊക്കെ നമ്മൾ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കണം. ഇത്ര വലിയ രക്ഷ അനുഭവിപ്പാൻ, ഇത്ര വലിയ സന്തോഷത്തെ അനുഭവിപ്പാൻ, ഇത്ര വലിയ ദൈവസ്ഥാനത്തെ അനുഭവിപ്പാൻ ദൈവം നമുക്കും തന്റെ പുത്രനിലൂടെ നൽകിയ ആ ഇത്ര വലിയ രക്ഷയെ ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. ആദാമിന് വേണ്ടി അവൻ നിത്യജീവനിലേക്കുള്ള വഴി അടച്ചെങ്കിലും ദൈവം അവന് വേണ്ടി മറ്റൊന്ന് കരുതി, നമുക്ക് വേണ്ടി മറ്റൊന്ന് കരുതി. അത് മറ്റൊന്നുമല്ല, യേശു ക്രിസ്തു എന്ന ആ മാർഗത്തിലൂടെ, യേശു ക്രിസ്തുവിന്റെ കാൽവരി മരണത്തിലൂടെ നമുക്ക് നിത്യതയിലേക്ക് പ്രവേശിപ്പാൻ കർത്താവ് അവസരമൊരുക്കി. റോമർക്കിലേക്ക് അതല്ലേ നമ്മളെ പഠിപ്പിക്കുന്നത്, അവനെ കൈകൊണ്ട് വായിക്കൊണ്ട് രക്ഷിതാവായി സ്വീകരിക്കുന്നവർ രക്ഷപ്പെടും. ദൈവത്തിന് സ്തോത്രം. ആമേൻ. വിശ്വസിക്കുന്നവരും സ്നാനമേൽക്കുന്നവർ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. അതേ, ഇന്ന് പകൽക്കാലം രക്ഷിക്കപ്പെടുവാൻ ദൈവം നമുക്ക് തന്ന ഭാഗ്യം. വേറെ എന്തിനേക്കാളും ദൈവത്തെ സ്തുതിക്കുന്നതിനേക്കാൾ, ഈ ലോകത്ത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന സകല നന്മകളെക്കാൾ സ്തുതിക്കാൻ ഏറ്റവും നല്ലൊരു കാരണം മറ്റൊന്നുമല്ല, ഇത്ര വലിയ രക്ഷയെ നമുക്ക് കരസ്ഥമാക്കുവാൻ ദൈവം നമുക്ക് കൃപ തന്നു എന്നുള്ളതാണ്. എത്ര പേർക്ക് ഈ ഒരു കാര്യത്തിൽ ദൈവത്തെ അറിഞ്ഞ് സ്തുതിക്കാൻ കഴിയും? ബാങ്കിൽ കുറെ ഡെപ്പോസിറ്റ് ചെയ്ത് കിട്ടിയതുകൊണ്ടല്ല, കുറെ പണം ആരെങ്കിലും സെൻഡ് ചെയ്തുകൊണ്ട് തന്നതല്ല. ഈ ലോകത്തിൽ ആഡംബരമായി ജീവിക്കുവാൻ ദൈവം എല്ലാവരെയും പോലും ലോകത്തിൽ ജീവിക്കുവാൻ എനിക്ക് സമൃദ്ധിയുണ്ടെന്ന് പറയുന്നതല്ല, അതിലല്ല ദൈവം സന്തോഷിക്കേണ്ടത്. മറിച്ച് ഇത്ര വലിയ രക്ഷയെ ഈ ലോകത്തിലെ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ, ഈ ലോകത്ത് നടമാടുന്ന ഈ സംഭവ വികാസങ്ങളെല്ലാം കാണുമ്പോൾ ദൈവമക്കൾ അറിയാതെ സ്തുതിക്കണം. കർത്താവ് ഇതൊക്കെയും നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നു എന്നറിഞ്ഞ് തല ഉയർത്തുവീൻ. എത്ര ദൈവമക്കൾക്ക്, എത്ര ദൈവദാസന്മാർക്ക് ഈ ദിവസങ്ങളിൽ ദൈവത്തെ അറിഞ്ഞ് സ്തുതിക്കാൻ കഴിയും? എന്റെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നു, എന്റെ യാത്രയുടെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്റെ പൗരത്വം ഇവിടെ അല്ല. ഇതൊക്കെ സംഭവിക്കുമ്പോൾ വെപ്രാളവും സങ്കടവും ബോധശയൊക്കെ വരുന്നെങ്കിൽ ഓർത്തോണം, നിന്റെ വെളിപ്പാടിന് എന്തൊക്കെ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്, ദർശനത്തിന് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്, വിശ്വാസത്തിൽ എവിടെയൊക്കെ അലർച്ച സംഭവിച്ചു. ഇതൊക്കെ സംഭവിക്കുമ്പോൾ ഒരു യഥാർത്ഥ ദൈവപൈതൽ ഭയപ്പെടത്തില്ല, അവൻ ധൈര്യത്തോടെ തല ഉയർത്തും. കാരണം എന്റെ പ്രാണപ്രിയൻ വരാൻ പോകുന്നു, കാരണം ഞാൻ അവനെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. നിത്യജീവനിലേക്കുള്ള വഴി അടയ്ക്കപ്പെട്ടെങ്കിലും ദൈവം ആദാമിനും അവന്റെ സന്തതിക്കും മറ്റൊരു കരുതലൊരുക്കി. അത് മറ്റൊന്നുമല്ല, യേശുക്രിസ്തുവിനെയാണ്. അതാണ് നമ്മൾ വായിച്ച വാക്യം. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതെന്ന് കരുതി. ഈ ലോകത്തിൽ ഏറ്റവും നല്ലതെന്ന് പറയാൻ എന്തുണ്ട് ദൈവമക്കളെ? നിന്റെ ഭർത്താവ് ഏറ്റവും നല്ലത് നിനക്ക് പറയാൻ പറ്റുമോ? നിന്റെ ഭാര്യ നിനക്ക് ഏറ്റവും നല്ലതെന്ന് പറയാൻ പറ്റുമോ?
നിന്റെ മക്കളെ ഏറ്റവും നല്ല, നിന്റെ ബന്ധുക്കൾ, നിനക്കുള്ള നന്മകൾ, ഇതൊക്കെ ഏറ്റവും നല്ലതെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഏറ്റവും നല്ലത് ദൈവം നമുക്ക് വേണ്ടി മുൻകരുതി, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. അവനെ പോലെ നല്ലത് മറ്റൊന്നുണ്ടോ? ഒന്നാമത്തെ കാര്യം, ആദാമിന് വേണ്ടി നിത്യജീവനിലേക്കുള്ള വഴി അടയ്ക്കപ്പെട്ടെങ്കിലും നിത്യതയിലേക്കുള്ള വഴി ദൈവം തുറന്നു, അവന് വേണ്ടി കരുതി. രണ്ടാമത്, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, അവൻ നഗ്നനാകൊണ്ട് അവൻ മറഞ്ഞിരുന്നു. സ്തോത്രം. കർത്താവ്, നീ നഗ്നനെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? ഒരാളും അതിന്റെ നഗ്നന. ദൈവ തേജസ് നഷ്ടപ്പെട്ടു പോയി. ദൈവ തേജസ് നഷ്ടപ്പെടുമ്പോൾ മനുഷ്യനുണ്ടാകുന്ന ഏറ്റവും വലിയൊരു കാര്യം ദൈവത്തിൽ അകന്നു പോവുക, കൂട്ടായ്മ അകന്നു പോവുക. ഞാൻ പറയട്ടെ, ഇവിടെ ഇപ്പൊ എന്തെല്ലാം സംഭവവാസം നടക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലേ? നമുക്ക് ആരാധിക്കാൻ കഴിയുന്നില്ലേ? നമുക്ക് ദൈവത്തോട് ചേർന്നിരിക്കാൻ കഴിയുന്നില്ലേ? കാരണം എന്താ? ഇപ്പോഴും നമുക്കറിയാം, ആ ദൈവ തേജസ്സിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ കാൽവരിയിൽ നമുക്ക് ലഭിച്ച പുത്രത്വം എന്ന ആ അനുഭവത്തിലാണ് നമ്മൾ ഇപ്പോഴും ജീവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥന നിന്നു പോകാത്തത്, അതുകൊണ്ടാണ് നമ്മുടെ ആരാധന നിന്നു പോകാത്തത്, അതുകൊണ്ടാണ് ഈ ദൈവിക ബന്ധം നിന്നു പോകാതെ ഇപ്പോഴും നാം നിൽക്കുന്നത്. പക്ഷെ ആദാമിന് നഷ്ടപ്പെട്ടവൻ ഓടി ഒളിച്ചു. ഈ സമയത്ത് ഓടി ഒളിച്ചിരിക്കുന്ന ഒത്തിരി പാസ്റ്റർമാരും വിശ്വാസികളുണ്ട്. പ്രാർത്ഥനയില്ല, ഈ സമയത്ത് പ്രാർത്ഥനയില്ല, ഈ സമയത്ത് ആരാധനയില്ല, ഈ സമയത്ത് വചന ധ്യാനമില്ല. ദൈവങ്ങളെ ഇപ്പോഴാണ് നമുക്ക് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അല്ലെന്നല്ല സമയം നമ്മൾ നന്നായിട്ട് ഉപയോഗിക്കുക. പ്രാർത്ഥിക്കുക, കിട്ടുന്ന സമയം പ്രാർത്ഥിക്കുക, വചനം വായിക്കുക. ഞാൻ ചിലപ്പോഴൊക്കെ ചില ദേവദാസന്മാർ പറയുന്നത്, എനിക്ക് ബൈബിൾ വായിക്കാൻ പോലും സമയമില്ല, പ്രാർത്ഥിക്കാൻ പോലും സമയമില്ല, ശുശ്രൂഷ ശുശ്രൂഷ ശുശ്രൂഷ. ദൈവത്തിന്റെ ദൈവം തന്നെ ഇരുത്തിയിരിക്കുക. ഈ സമയങ്ങളിൽ ഒന്ന് പ്രാർത്ഥിക്കുക, ഈ സമയങ്ങളിൽ ഒന്ന് വേദവസ്തം വായിക്കുക, ഒന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ ജീവിതത്തിലെ പല ബലഹീനതകളുമാണ് ദൈവത്തിൽ നിന്ന് ദൈവം നമ്മളെ അകറ്റിക്കൊണ്ടു പോകുന്നത്. ഇന്ന് പകൽ ശത്രുവിന്റെ ഏറ്റവും വലിയ പദ്ധതി അതാണ്, ദൈവിക ബന്ധത്തിൽ നമ്മളെ അകറ്റുവാൻ, ദൈവിക കൂട്ടായ്മ നമ്മൾ അകറ്റിക്കളയുവാൻ, നമ്മുടെ ജീവിതത്തിലെ പല ബലഹീനതകളെയും നമ്മളെ ബോധ്യപ്പെടുത്തി നമ്മെ അതിൽ ആണ്ടുകൊണ്ടുപോകാൻ. ഇല്ല, അതിനെല്ലാം ഓവർകം ചെയ്തു വരുവാൻ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ ഇരുന്ന് വേദപുസ്തകം വായിച്ച് നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ കണ്ടെത്തി പ്രാർത്ഥിച്ച് ഒരു ശുദ്ധീകരണത്തോടെ ദിവസങ്ങളിൽ ദൈവം നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്ന മഹത്വത്തിലേക്ക് വരാം. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, സ്തോത്രം, ഒരു മൃഗത്തെ ദൈവം അറുത്ത് വെട്ടി അതിന്റെ തോൽ കൊണ്ട് ദൈവം ആദാമിന്റെ നഗ്നതയെ മറച്ചു. കണ്ടോ, സാത്താൻ നഷ്ടപ്പെടുത്തിയ അവന്റെ മാന്യതയെ കർത്താവ് മടക്കി കൊടുക്കുകയാണ്. നഗ്നനെങ്കിലും ദൈവം അവന് വേണ്ടി അവിടെ ഒരു കരുതി, നിത്യജീവനിലേക്കുള്ള വഴി അടച്ചെങ്കിലും ദൈവം മറ്റൊരു വഴി ക്രിസ്തുവിൽ കൂടെ തുറന്നു. നഗ്നനായെങ്കിലും കർത്താവ് ഒരു മൃഗത്തെ വെട്ടി. എന്നെ കേൾക്കുന്ന ഇവര്, നിന്റെ ആത്മീക ജീവിതത്തിലെ എല്ലാ കുറവുകളെയും പരിഹരിക്കുവാൻ കഴിയുന്ന ഏറ്റവും നല്ല ഒരു സ്ഥലമാണ് ദൈവസന്നിധി, ദൈവത്തിന്റെ ഇരിപ്പിടം. ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്ന് നീ ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ നിന്റെ ആത്മീക കുറവുകളെ പരിഹരിച്ച് ദൈവം നിനക്ക് വേണ്ടി കരുതിയിരിക്കുന്ന കരുതലുകളെ കണ്ട് മുന്നോട്ട് പോകുവാൻ ഈ ദിവസങ്ങളിൽ നാം തയ്യാറാണ്. ആദാമിന്റെ ആത്മീക ശൂന്യതകളെ ദൈവം മറ്റൊരു ഭാഗത്ത് കരുതുകയാണ് ഉണ്ടായത്. നഗ്നതയെ ദൈവം മറക്കേണ്ടതിന് ഒരു മൃഗത്തെ വെട്ടി. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, യേശു വരുന്നത് കണ്ടിട്ട് യോഹന്നാൻ പറയും, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 36-ാമത്തെ വാക്യം, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. എന്നെ കേൾക്കുന്ന ദൈവത്തിലെ ഒരു മൃഗം ഏതെങ്കിലും വെട്ടപ്പെട്ടുവെങ്കിൽ ഇതാ ലോക ജനതയ്ക്ക് വേണ്ടി ഹല്ലേലൂയ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. ഹല്ലേലൂയ ആദാമിന്റെ നഗ്നത മറയ്ക്കുവാൻ, അവന്റെ പാപത്തെ മറയ്ക്കുവാൻ, അവന്റെ ശാപത്തെ മറയ്ക്കുവാൻ, അവനെ മുന്നോട്ട് ഗമിക്കുവാൻ ദൈവം ഒരു മൃഗത്തെ വെട്ടി. എന്നെ കേൾക്കുന്ന ദൈവത്തിലെ നിന്റെ ആത്മീക ജീവിതത്തിന്റെ നഗ്നത മറയ്ക്കുവാൻ, നിന്റെ ആത്മീക ജീവിതത്തിലെ പരാജയങ്ങളെ മാറ്റുവാൻ, നിന്റെ ആത്മീക ജീവിതത്തിലെ കുറവുകളെ എടുത്തു കളയുവാൻ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടില്ലേ? ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് നിന്റെ സകല നഗ്നതകളെയും മറയ്ക്കും.
മറയ്ക്കുവാൻ യേശു മതിയായവനാണ്. ഇന്ന് പകൽ ഞാൻ പറയാം, നമ്മെ മറയ്ക്കുന്ന അവന്റെ രക്തം. ഒരു മൃഗം നമുക്ക് വേണ്ടി അറുക്കം പാറി നടക്കുന്ന സമയങ്ങളിൽ നമുക്ക് കുറച്ച് സൗമ്യമായിരുന്ന് ശാന്തമായിരുന്ന് പുറകോട്ടുള്ള നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ച് നമ്മുടെ ജീവിതത്തെ ഒന്ന് മനസ്സിലാക്കുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന നല്ല അവസരമാണ്. ഇന്ന് പകലിൽ ഞാൻ പറയാം, നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ പരിഹരിക്കുവാൻ യേശുവിന്റെ രക്തത്തിന് കഴിയും. മിസ്രൈമിലെ 9 ബാധകൾ വന്നപ്പോഴും എബ്രായന്റെ വീട്ടിൽ സന്തോഷവാനന്ദമായി. 10ാമത്തെ മിസ്രൈമിലെ കൊട്ടാരം മുതൽ കുടിൽ വരെ സംഹാരദൂതൻ താണ്ഡവമാടുമ്പോൾ എബ്രായന്റെ വീട്ടിൽ സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ജയഘോഷമുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ്? കാരണം കുഞ്ഞാടിന്റെ രക്തം കട്ടളമേലും കുറുമ്പടി പേരും തേച്ചു. ഒരു രാജ്യം മുഴുവനും രോദനം ഉയർത്തി മുഴക്കുമ്പോഴും എബ്രായൻ സന്തോഷിക്കാൻ കാരണം അവന് കുഞ്ഞാടിന്റെ തളിർപ്പുണ്ടായിരുന്നു. ഇന്ന് പകൽ ഞാൻ പറയാം, നീ സന്തോഷിക്കാൻ കാരണം, നീ ആനന്ദിക്കാൻ കാരണം, നിന്റെ ഇല്ലായ്മയിലും നീ സന്തോഷിക്കാൻ കാരണം, നീ അറിയാതെ നിന്നെ തളിച്ച ഒരു രക്തത്തിന്റെ ശക്തി, കുഞ്ഞാടിന്റെ രക്തം. ആത്മീക കരുതലുകൾ നമുക്കുണ്ട് ദൈവമക്കളെ. ഇത് നാം തിരിച്ചറിയുന്നവരാണ്. ഇതിൽ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചു പോകുന്നവരാണ്. ഈ ദൈവത്തിന്റെ ഭൗതിക കരുതലുകളുമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, മോറിയായുടെ മുഖപ്പരപ്പിൽ അബ്രഹാമിന് വേണ്ടി കരുതിയ ഒരു ദൈവം, ആരാധനയ്ക്ക് വേണ്ടി വിളിച്ചു വേർതിരിക്കപ്പെട്ട ദൈവിക സത്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുവാൻ ദൈവം വിളിച്ചു വേർതിരിച്ച അബ്രഹാമിന്റെ ജീവിതത്തിലെ വാഗ്ദത്തങ്ങളുടെ നിറവേറൽ അവൻ കണ്ട് ആസ്വദിച്ചു. ഞാൻ പറയട്ടെ, എത്രയോ ദൈവിക വിടുതൽ നമ്മൾ കണ്ട് ആസ്വദിച്ചിരിക്കുന്നു. എത്രയോ വിടുതലുകൾ നമ്മൾ അനുഭവിച്ചിരുന്നു. അബ്രഹാമിനെ പോലെ തന്നെ നാം ദൈവത്തിന്റെ കരുതലുകൾ, ദൈവത്തിന്റെ വിടുതലുകൾ, അവ യോഗ്യനല്ലാതിരുന്നിട്ടും യോഗ്യമായി ദൈവം നമുക്ക് എത്രയോ നന്മകളെ തന്നു. അത് അനുഭവിച്ചു കൊണ്ടിരുന്നപ്പോൾ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, മോനെ, നീ സ്നേഹിക്കുന്ന ഏകജാതനായ നിന്റെ മകനെ തന്നെ, ഇസഹാക്കിനെ തന്നെ ഞാൻ പറയുന്ന മലയിൽ നീ കൊണ്ടുപോയി യാഗം കഴിക്കും. നിനക്ക് ഇഷ്ടമുള്ളത് പറ്റത്തില്ല, ഞാൻ പറയുന്നത് വേണം നീ യാഗം നടത്താൻ. ഈ കാലഘട്ടം നമുക്കറിയാം, സഭചാടി നടക്കുന്ന വിശ്വാസികൾ എവിടെ ആരാധിക്കണം, എങ്ങനെ ആരാധിക്കണം, ആരെ കൂടെ നിൽക്കണം എന്നൊന്നും പിടിയില്ലാതെ ഒരുപാട് സഭകൾ ചാടി നടക്കുന്നവർ, ഒരുപാട് സഭകൾ, ഉപദേശത്തിന്റെ കാറ്റിനാൽ അലഞ്ഞു നടക്കുന്ന വിശ്വാസികളുണ്ട്. ഈ സഭയിൽ പോകുന്ന ഏത് തിരഞ്ഞെടുക്കുന്ന അറിയത്തില്ല. വിശ്വാസത്തിൽ ബലമില്ലാത്ത, പക്വതയില്ലാത്ത ഒരുപാട് വിശ്വാസികളെ ഞാൻ കാണാറുണ്ട്. ഞാൻ പറയട്ടെ, ദൈവത്തിന് നമ്മുടെ മേൽ പ്രവർത്തിക്കാൻ കഴിയുമെന്ന്, നമുക്ക് വേണ്ടി ഒരു കരുതലുണ്ടെന്ന് നാം വിശ്വസിക്കണം. സഭ ചാടി അബ്രഹാമിന്റെ ജീവിതത്തിൽ 25 വർഷം കർത്താവിനോട് നടന്ന വാഗ്ദത്തം പ്രാപിച്ച ആ സമയത്തൊന്നും ഉണ്ടാകാത്തൊരു പെയിൻ, ഒരു വേദന അബ്രഹാമിനുണ്ടായി. ഇതുവരെ ക്രിസ്തീയ ജീവിതത്തിനകത്ത് നിങ്ങൾക്കുണ്ടാകാത്ത ഒരു പെയിൻ ഉണ്ടെങ്കിൽ, ഇതുവരെ നിങ്ങൾക്കില്ലാത്തൊരു പെയിൻ പെട്ടെന്നുണ്ടായാൽ, നിങ്ങൾ ഒരു കാര്യം ഓർത്തോണം, ദൈവം തന്റെ വാഗ്ദത്തത്തെ ഉറപ്പിക്കാൻ സമയമായി. അബ്രഹാമിന് ഇതുവരെ ഉണ്ടാകാത്തൊരു വേദന, തന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ, തന്റെ മകനെ തന്നെ ഹോമയാഗം കഴിക്കണം, കഴുത്തറുക്കണം. സാധിക്കുമോ? പ്രസംഗിക്കുന്ന ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നമുക്കെല്ലാവർക്കും വിശ്വാസത്തിൽ പലപ്പോഴും വിശ്വാസത്തിന്റെ പൂർണ്ണതയിൽ നമുക്ക് എത്തുവാൻ കഴിയുന്നില്ല. പക്ഷെ അബ്രഹാം അങ്ങനല്ലായിരുന്നു. അവൻ വിശ്വാസത്തിന്റെ പൂർണ്ണതയിലെത്തുവാൻ അവൻ പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. അവൻ അധികാലത്ത് എഴുന്നേറ്റു, കഴുതയ്ക്ക് കോപ്പ് കെട്ടി, കത്തിയെടുത്തു, തീയെടുത്തു, വിറകെടുത്തു, ബാലന്മാരെ വിളിച്ചു, ഇസഹാക്കിനെ കൊണ്ട് യാത്ര ആരംഭിച്ചു. വിശ്വാസത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് നമ്മുടെ കാൽച്ചുവട് വയ്ക്കുമ്പോഴാണ് അതിന്റെ വിജയം നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആ മോറിയ മല 3 ദിവസത്തെ വഴിദൂരത്ത് വെച്ച് കണ്ടു. ബാലന്മാരെ നിർത്തി
ഇസഹാക്ക് അബ്രഹാം യാത്ര ആരംഭിച്ചു. മോറിയായുടെ മുകൾ പരവ് ചവിട്ടി കയറുമ്പോൾ ഇസഹാക്ക് ചോദിക്കുന്നു, അപ്പാ, കത്തിയുണ്ട്, വിറകുണ്ട്, തീയുണ്ട്, ദൈവത്തിന്റെ കരുതലുകൾ വലുതാണ്. യാഗവസ്തു എന്തേ എന്ന് മകൻ ചോദിക്കുമ്പോൾ അബ്രഹാമിന്റെ മറുപടി, യഹോവ ഇരേ, യഹോവ കരുതിക്കൊള്ളും. മോറിയായുടെ മുകൾ പരപ്പിൽ ദൈവം എനിക്ക് വേണ്ടി കരുതും എന്ന് അബ്രഹാം വിശ്വസിച്ചു. കണ്ടില്ല, കാണാത്തതിനെ വിശ്വസിച്ചവനാണ് അബ്രഹാം. ഇന്ന് പകൽ ഞാൻ പറയാം, അബ്രഹാമിന്റെ വിശ്വാസം, ഞാൻ എന്റെ മകനെ കഴുത്തറുത്ത് കൊല്ലുമ്പോഴും ആ കഴുത്തറുക്കുന്ന യാഗപീഠത്തിന്റെ കല്ലുകളിൽ നിന്നും മക്കളെ ഉളവാക്കി തരുവാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നതെന്ന് അബ്രഹാം വിശ്വസിച്ചു. ദൈവത്തിന്റെ കരുതലുകൾ നിനക്ക് വേണമെങ്കിൽ വിശ്വാസത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് നീ കടന്നു ചെല്ലണം. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, മോറിയായുടെ മുകൾ പരപ്പിൽ ദൈവത്തിന്റെ കരുതൽ വെളിപ്പെട്ടു. ഒരാട്ടുകുറ്റനെ സ്വർഗത്തിലെ ദൈവം അവിടെ ഒരുക്കി. ഞാൻ വേഗത്തിൽ വരട്ടെ. ഉൽപ്പത്തി പുസ്തകം 21-19 വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം ഹാഗറിന് വേണ്ടി മരുഭൂമിയിൽ ഒരു ഉറവ തുറന്നു. ഇന്ന് പകൽക്കാലം പറയാം, മോറിയായുടെ മുകൾ പരപ്പിൽ വെളിപ്പെട്ട ദൈവത്തിന് മരുഭൂമിയുടെ അനുഭവത്തിന് നിനക്ക് വേണ്ടി ഉറവ തുറക്കുവാൻ കരുതലോടെ ഇറങ്ങി വരുന്നവരാണ് സ്വർഗത്തിലെ ദൈവം. ഞാൻ വേഗത്തിൽ വരാം. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 5-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു ഏലിയാവിനെ സ്വർഗത്തിൽ ദൈവം വിളിച്ചു വേർതിരിക്കുകയാണ്. ദൈവം പറയുകയാണ്, ഏലിയാവേ, നിന്റെ ശുശ്രൂഷത്തെ ആരംഭിച്ചിരിക്കും, വേഗത്തിൽ വാ, കൊട്ടാരത്തിൽ പോയി പറ, ഞാൻ കൽപ്പിച്ചല്ലാതെ 3.5 ആണ്ട് മഞ്ഞും മഴയും പെയ്യത്തില്ല, ക്ഷാമം വരാൻ പോവാ. ദൂത് പറഞ്ഞിട്ട് അവിടെ നിന്ന് അടിച്ചു ഇറങ്ങുന്നില്ല. ഏലിയാവ് നേരെ വന്നു. പുറത്തിറങ്ങിയപ്പോൾ ദൈവം പറഞ്ഞു, മിസ്റ്റർ ഏലിയാവ്, നീ നേരെ കെരീത് തോട്ടിലേക്ക് പോകും. കെരീത് തോട്ട് ചെല്ല്, അവിടെ നിനക്ക് അവിടെ നിന്ന് വെള്ളം പോയി കെരീത് തോട്ടിൽ നിന്ന് വെള്ളം കുടിക്കാം. മലമുകളിൽ കാക്ക നിനക്ക് ആഹാരം കൊണ്ടുവരുന്നതാണ്. ആ ക്ഷാമകാലത്ത് ദൈവം കെരീത് തോട്ടിൽ കൊണ്ട് ഏലിയാവിനെ ഇരുത്തി. തോട്ടിൽ നിന്ന് വെള്ളം കുടിക്കുന്നു. തന്റെ കാലിൽ അപ്പവും ഇറച്ചിയും കൊണ്ടുവരുന്നു. കാക്ക എന്നാണ് മലയാളത്തിൽ, ഇംഗ്ലീഷിൽ ഇരിക്കുന്ന റാവൻസ് എന്നാണ്. റാവൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഇസ്രായേലിലെ ഒരു പ്രത്യേക പക്ഷിയാണ്. ഞാനൊരു ചരിത്ര പുസ്തകത്തിൽ വായിച്ചത്, ഈ റാവൻസ് എന്ന പക്ഷിയുടെ കാലിൽ അതിന് 16 കിലോ വെയിറ്റ് തൂക്കിയെടുക്കാൻ കഴിയുമെന്നാണ്. 16 കിലോ വെയിറ്റ് തൂക്കിയെടുക്കാൻ പറ്റുന്ന റാവൻസ് എന്ന പക്ഷിയാണ് ഏലിയാവിന് ആഹാരം കൊണ്ടുവന്നത്. ഇന്ന് പകലിൽ നീ 2 ചിറകും ഇച്ചിരി മാംസവും ഒരു പക്ഷിക്ക് എനിക്ക് വേണ്ടിയുള്ള ആഹാരം കൊണ്ട് എത്തിക്കാൻ കഴിയുമോ എന്ന് ദൈവത്തെ ചോദ്യം ചെയ്യരുത്. കേവലം ഒരു റാവൻസിനെ കൊണ്ട് നിന്റെ ഭക്ഷണത്തെ നിന്നെ പോറ്റി പുലർത്താൻ, കെരീത് തോട്ടിൽ നിന്നെ ഇരുത്താൻ എന്റെ ദൈവത്തിന് കഴിയും. ദൈവത്തിന് ഇരുത്താൻ കഴിഞ്ഞെങ്കിൽ നിന്നെ പോറ്റി പുലർത്താനും അവന് കഴിയും. ദൈവം ഏലിയാവിനോട്, എഴുന്നേക്ക്, എന്റെ കരുതൽ ഇവിടെ കൊണ്ട് തീരുന്നില്ല ഏലിയാവേ, എന്റെ കരുതൽ കെരീത് തോട് കൊണ്ട് തീരുന്നതല്ല, നേരെ സറാഫാത്തിലേക്ക് പോയി. ഏലിയാവ് ദൈവശബ്ദം കേട്ട് പോകുകയാണ്. ഈ ദൈവശബ്ദം കേട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും നിരാശ ഉണ്ടാകത്തില്ല. ദൈവശബ്ദം കേട്ട് പോകുന്ന ഒരു വ്യക്തി ഒരിക്കലും സംശയിക്കത്തില്ല. ദൈവശബ്ദം കേട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് ഒന്നിനും യാതൊന്നിനും കുറവുണ്ടാകത്തുമില്ല. ഇച്ചിരി ക്ഷീണം ദൈവത്തിന്റെ ശബ്ദം കേട്ട് പുറപ്പെടുവാൻ ഏലിയാവ് തയ്യാറായി. കെരീത് തോട്ടിൽ നിന്ന് ദൈവം അവനെ നേരെ സാറാഫാത്തിൽ കൊണ്ടുപോയി. അവിടെ ദൈവത്തിന്റെ കരുതൽ വെളിപ്പെടുത്തി. മോറിയായിൽ വെളിപ്പെട്ട ദൈവം, മരുഭൂമിയിൽ വെളിപ്പെട്ട ദൈവം, ഇതാ കെരീത് തോട്ടിലും സറാഫാത്തിലും ദൈവഭക്തന്മാർക്ക് വേണ്ടി ദൈവത്തിന്റെ കരുതൽ അയച്ചു. മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 9 വായിക്കുമ്പോൾ കർത്താവിന്റെ പുറകെ നടന്ന 3 ദിവസം കൊണ്ട് നടന്ന ജനം മരുഭൂമിയിൽ വെച്ച് അവർ വിശപ്പ് തുറന്നു പറഞ്ഞില്ലെങ്കിലും, മുഖഭാവം കൊണ്ട് കാണിച്ചില്ലെങ്കിലും അവരുടെ വിഷമങ്ങളെ, ഉള്ളറകളെ അറിഞ്ഞിട്ട് കർത്താവ്
ഇവർക്ക് തിന്മാൻ കൊടുപ്പീൻ. സ്തോത്രം. കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്ന അവിടെ 7 അപ്പവും കുറെ ചെറുമീനുകൾ ഉണ്ടായിരുന്നു. കർത്താവ് അതിനെ വാഴ്ത്തി നുറുക്കി അവർക്ക് ദൈവത്തിന്റെ കരുതൽ അത്ര വലുതാണ്. തന്റെ പുറകെ നടന്ന 3 ദിവസം കൊണ്ട് നടന്ന ആ ജനത്തിനു വേണ്ടി ദൈവം മരുഭൂമിയിൽ വെച്ച് അപ്പവും മീനും കൊടുത്തു. ഈ ഭക്ഷിക്കുന്ന കാര്യത്തെ കുറിച്ചല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഭക്ഷണവും നമുക്ക് ആവശ്യമാണ്. ഞാൻ ദൈവത്തിന്റെ കരുതലുകൾ എല്ലാ മേഖലയിലും നാം ഇത്ര നേരം ചിന്തിച്ചുകൊണ്ടിരുന്ന ഈ ഭാഗങ്ങളൊക്കെ വിശ്വാസത്തിന്റെ പിതാവെന്ന അബ്രഹാം തുടങ്ങി, ഹാഗർ തുടങ്ങി, ഏലിയാവ് തുടങ്ങി, ആ വിശുദ്ധ യേശുവിനെ പിൻഗമിച്ച ജനം തുടങ്ങി, ദൈവത്തിന്റെ കരുതലുകൾ അത്ര വലുതാണ്. ആത്മീക തലത്തിലും ഭൗതിക തലത്തിലും നമുക്ക് വേണ്ടി കരുതുവാൻ കഴിയുന്നവൻ. ഒന്നുകൂടെ പറയട്ടെ, മോറിയ മലയിൽ കരുതിയവൻ, മരുഭൂമിയിൽ കരുതിയവൻ, കെരീത് തോട്ടിൽ കരുതിയവൻ, സാറാഫാത്തിൽ കരുതിയവൻ, യേശുവിനെ പിൻഗമിച്ച തന്റെ ജനതയ്ക്ക് വേണ്ടി കരുതിയ ദൈവം നിനക്ക് വേണ്ടി കരുതാതിരിക്കുമോ? ഈ പ്രത്യേക സന്ദർഭങ്ങളിൽ ഞാൻ ദൈവത്തിന്റെ സ്തോത്രം കഴിഞ്ഞ ദിവസങ്ങൾ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. സുവിശേഷം കൊണ്ട് മാത്രം ജീവിക്കുന്ന ദൈവദാസന്മാരുണ്ട്, ശുശ്രൂഷ കൊണ്ട് മാത്രം ജീവിക്കുന്ന ദൈവദാസന്മാരുണ്ട്. ദൈനംദിന ജീവിതത്തിൽ കൂലിപ്പണി ചെയ്ത് അന്നന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഈ ദിവസങ്ങളൊക്കെ എന്ത് ചെയ്യും? ദൈവമക്കളോട് ഞാൻ പറയാം, ദൈവത്തിന്റെ കരുതൽ അത്ര വലുതാണ്. ആത്മീകമായ നിന്റെ ജീവിതത്തിൽ നിനക്ക് വേണ്ടി കരുതിയ ദൈവം നിന്റെ ഭൗതിക ജീവിതത്തിലും വിഷയങ്ങൾക്ക് വേണ്ടി കരുതുവാൻ അവൻ മതിയായവനാണ്. ഇനി നാളെ എന്ത് ഭാരപ്പെടരുത്. കർത്താവ് പറഞ്ഞ അന്നെന്നുള്ളത് കൊണ്ട് വെപ്പി, അത് മതി. കാക്കകളെ നോക്കുവിൻ, അവൻ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അവൻ കളപ്പുരയിൽ ശേഖരിച്ചു വെക്കുന്നില്ല. ദൈവത്തിന്റെ കരുതൽ നമുക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. ഞാൻ പറയുന്നു, ദൈവമക്കൾ, ഈ ദിവസം നമുക്ക് ദൈവത്തെ ഇപ്പോൾ മാത്രമല്ല എല്ലാ സമയത്തും നമുക്ക് വേണ്ടി കരുതുന്ന, നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന, നമുക്ക് വേണ്ടി അവൻ ഏത് സമയത്തും പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. അവനിൽ വിശ്വസിക്കാം. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. ദൈവത്തിൽ മാത്രം നമുക്ക് ആശ്രയിക്കാം. നാളുകളിൽ നമുക്കുണ്ടാകുന്ന ദൈവത്തിനൊരു കരുതലുകൾ പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എനിക്ക് ഇന്നലകളിൽ ദൈവത്തിന്റെ കരുതലുണ്ടായി, ഇന്നുകളിൽ ദൈവത്തിന്റെ കരുതലുണ്ടാകും. നാളുകളിൽ കൂടെ എന്റെ ദൈവം എനിക്ക് വേണ്ടി കരുതുന്നവനാണ്. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം 26-ാമത്തെ വാക്യവും 14-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിലും വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കുന്നു. യേശു, ഞാൻ പോകുന്ന നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോയാൽ മറ്റൊരു കാര്യസ്ഥനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അയക്കും. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ പിതാവിന്റെ വലത് ഭാഗത്തിരിക്കുകയാണ്. അവന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് ദാനമായി നൽകി. യോഹന്നാൻ സുവിശേഷത്തിൽ സ്തോത്രം, അത് ദൈവത്തിന്റെ വലിയൊരു കരുതലാണ്. ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധാത്മാവിന്റെ നിറവിലുള്ള ജീവിതം എന്ന് പറയുന്നത് അതൊരു നിസ്സാര കാര്യമല്ല. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ, ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ നിങ്ങൾ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും. അത് ദൈവത്തിന്റെ ഒരു കരുതലാണ്. എത്ര പേർക്ക് സന്തോഷിക്കാൻ കഴിയും? പരിശുദ്ധാത്മാവ് എന്റെ മേൽ വന്നത് ദൈവത്തിന്റെ ഒരു കരുതലാണ്. കാരണം ഈ ദുഷ്ട ലോകത്ത് എനിക്ക് വ്യക്തിപരമായി ക്രിസ്തുവിനെ അനുഗമിക്കാൻ കഴിയുന്നില്ല. മറിച്ച് എന്റെ അകത്തിരുന്നു കൊണ്ട് എന്നെ നടത്താൻ ദൈവത്തിന്റെ ഒരു കരുതലുണ്ടായി. സത്യാത്മാവിനെ എന്റെ മേൽ അയച്ചു. അത് ദൈവത്തിന്റെ ഒരു കരുതലാണ്. 14-ാം അധ്യായം 1 മുതൽ 4 വാക്യങ്ങൾ വായിച്ചു തുടങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. കലങ്ങിയിരിക്കുകയാണോ എന്ന്? പല വിഷയങ്ങളാൽ നിന്റെ ജീവിതം കലങ്ങിയിരിക്കുകയാണോ? കലങ്ങരുത്. ദൈവത്തിൽ വിശ്വസിക്കണം. ദൈവം അയച്ച പുത്രനിൽ വിശ്വസിക്കണം. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഇത് ദൈവത്തിന്റെ ഒരു കരുതലാണ്. ഈ ലോകത്തിൽ നീ കർത്താവിനെ അറിഞ്ഞതും
രക്ഷിക്കപ്പെട്ടതും സ്നാനപ്പെട്ടതും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞതും ഇപ്പോഴും വിശ്വാസത്തോടും പ്രത്യാശയോടും ജീവിക്കുന്ന ദൈവമക്കളോട് പറയുന്നു, യേശു പറയുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഞാൻ പറയട്ടെ, ഈ പ്രത്യേക ഈ ദുരന്ത സമയത്ത് മനുഷ്യ ദൈവങ്ങളെല്ലാം കൊറോണ എന്ന ബാധയെ പേടിച്ച് വീട്ടിനകത്ത് ഒളിച്ചിരുന്നില്ലേ? ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും കരുതിയോ? കരുതാൻ പറ്റത്തില്ല. കാരണം അവരെല്ലാം നശിച്ചു പോകുന്ന മനുഷ്യനാണ്, ക്ഷയിച്ചു പോകുന്ന മനുഷ്യനാണ്. എന്നാൽ യേശു പറഞ്ഞു, ഞാൻ സാധാരണ മനുഷ്യനല്ല, ഞാൻ ജഡത്തിലെ മനുഷ്യനായിട്ടുള്ളൂ, ഞാൻ ദൈവമാണ്, ഞാൻ ദൈവത്തിന്റെ പുത്രനാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കാൻ പോകുന്നു. അത് യേശുവിന് മാത്രമേ പറയുവാൻ കഴിയുള്ളൂ. അത് ദൈവത്തിന്റെ കരുതലാണ്. ദൈവത്തെ സേവിക്കുന്ന ദൈവമക്കൾക്കുള്ള ദൈവത്തിന്റെ കരുതലാണ് തന്നെ അനുഗമിക്കുന്നവരെ പിന്നെയും വന്ന് ചേർത്തുകൊള്ളുവാൻ തന്റെ വാസസ്ഥലത്ത് അവൻ നമുക്ക് വേണ്ടി ഭവനങ്ങളിൽ പണിയും. അക്ഷരാർത്ഥത്തിൽ ഞാൻ നിങ്ങളോട് ദൂത് പറയാം, ദൈവത്തിന്റെ കരുതൽ എല്ലാ മേഖലയിലുമുണ്ട്. ആദാമിന് നഷ്ടപ്പെട്ടു പോയ നിത്യതയിലേക്കുള്ള വഴി ക്രിസ്തു എന്ന യാഗത്തിലൂടെ ദൈവം മറ്റൊന്ന് കരുതി. അവന്റെ ദൈവത്തിന്റെ കരുതൽ വലുതാണ്. ദൈവം ആദാമിന്റെ നഗ്നത മറയ്ക്കാൻ മൃഗത്തെ വെട്ടി സകല മാനവരാശിയുടെ പാപത്തിന് പരിഹാരമായി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഭൗതിക വിഷയത്തിനും ദൈവത്തിന്റെ കരുതൽ. മോറിയ മലയിൽ അബ്രഹാമിന് വേണ്ടി കരുതിയ ദൈവം, ഏലിയാവിന് വേണ്ടി കരുതിയ ദൈവം, ഹാഗറിന് വേണ്ടി കരുതിയ ദൈവം, ജനത്തിന് വേണ്ടി കരുതിയ ദൈവം നിനക്ക് വേണ്ടി നല്ലതെന്ന് മുൻ കരുതിയിരിക്കുന്നു. അതിലേറ്റവും ശ്രേഷ്ഠകരമായ ഒരു കാര്യം അതേ ദൈവത്തിന്റെ കരുതൽ എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവം നമുക്ക് വേണ്ടി മുൻകരുതി, ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി മുൻകരുതി. നമുക്ക് വേണ്ടി അവൻ ഇനിയും അടുത്തൊരു മുൻകരുതലാണ് നമുക്ക് വേണ്ടി വാസസ്ഥലം ഒരുക്കാൻ പോകുന്നു എന്നുള്ളത്. നമ്മുടെ ആത്മീയവും ഭൗതികവുമായ വിഷയങ്ങളിൽ ദൈവത്തിനൊരു കരുതലുണ്ട്. ആ കരുതലിന് വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ താണു കൊടുക്കാം. ഈ ദിവസങ്ങളിൽ ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശുവിന്റെ വരവ് ഏറ്റുപടുത്തിരിക്കുന്നു. അവൻ സ്ഥലം ഒരുക്കി കഴിഞ്ഞാൽ ആരോട് ചോദിക്കത്തില്ല, ആരോടും അനുവാദം ചോദിക്കത്തില്ല. ഏത് സമയത്തും അവൻ വരാം. ദൈവം ആരോടും അനുവാദം ചോദിക്കാൻ നിൽക്കുന്നില്ല. എപ്പോൾ തന്റെ പണി അവിടെ പൂർത്തീകരിക്കപ്പെടുന്നു, തന്റെ സഭയെ കാന്തി ചേർക്കുവാൻ ആകാശമേഘങ്ങളിൽ അവൻ നമുക്ക് വേണ്ടി നല്ലത് മുൻകരുതി. നമ്മൾ വായിച്ചൊരു വാക്യം ഇതാണ്, അവൻ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ട ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലത് മുൻകരുതി. അതെ, യേശു ക്രിസ്തു എന്നതിനെ നമുക്ക് ഏറ്റവും നല്ലതായിട്ട് മുൻകരുതി. നിത്യതയും നമുക്ക് വേണ്ടി അവൻ കരുതി വെച്ചിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ദൈവത്തിന്റെ കരുതലിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ദൈവത്തിന്റെ കരുതലുകൾ അത്ര വലുതാണ്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളിലേക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല പകലിനായി സ്തോത്രം ചെയ്യുന്നു. ഇത്ര നേരം പാടുവാനും പ്രാർത്ഥിക്കുവാനും ദൈവത്തിന്റെ വചനങ്ങളെ ശ്രവിപ്പാനും ഞങ്ങൾ തന്ന അവസരത്തിനായി സ്തോത്രം. ഈ കേൾക്കുന്ന ഇനി കാണാനിരിക്കുന്ന സകലർക്കായി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തു എന്ന നല്ലൊരു മുൻകരുതലിനെ ഞങ്ങൾക്ക് വേണ്ടി കരുതിയല്ലോ. ദൈവമേ, കർത്താവേ, സ്തോത്രം. മീഡിയാസിലൂടെ ഞങ്ങൾ ശ്രമിച്ച് ഞങ്ങളോട് കൂടെ ഒരുമിച്ച് കൂട്ടായ്മയിൽ പങ്കെടുത്ത് എല്ലാവർക്കായി, വിവിധ രാജ്യങ്ങളിൽ കണ്ട എല്ലാവർക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണം. നിന്റെ വരവിന് വേണ്ടി ഞങ്ങൾ ഒരുക്കണമേ. കർത്താവിന്റെ വരവിന് ഒരുങ്ങാത്ത പലരീതി ഒരുക്കണം. ദൈവത്തിന്റെ കരുതലുകളെ ഈ ദിവസങ്ങളിൽ അറിയുവാൻ ഈ ജനത്തെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദിവസങ്ങളിൽ നിന്റെ കരുതലുകൾ കണ്ട് അനുഭവിച്ച് നിന്റെ മഹത്വപ്പെടുത്തുന്ന ദൈവത്തിന്റെ കരം ലോകരാജ്യങ്ങളിൽ വ്യാപരിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കൊണ്ടസിയും എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. നാളെയും കൃത്യം 10 മണിക്ക് ഒരുമിച്ച് ആരാധിപ്പാൻ കർത്താവിന്റെ വരവ് താമസമെങ്കിൽ നാളെയും നമുക്ക് ആരാധിപ്പാനും സ്തുതിപ്പാനും ദൈവത്തെ സേവിപ്പാനും